നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറും സർക്കാരും തമ്മിലുള്ള പിണക്കം ഇപ്പോഴൊന്നും തീരില്ല എന്ന സൂചന നൽകി റിപ്പബ്ലിക് ദിന വിരുന്ന് കഴിഞ്ഞ ദിവസം നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന വിരുന്ന് ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും. രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച അറ്റ് ഹോം വിരുന്നിൽ ഇവർ ആരും തന്നെ പങ്കെടുത്തില്ല. എന്നാൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാൽ മാത്രമാണ് പങ്കെടുത്തത്. MLA-മാർ, MP-മാർ എന്നിവർക്കെല്ലാം ക്ഷണമുണ്ടായിരുന്നു. പത്മ പുരസ്കാരം ലഭിച്ച BJP നേതാവ് O രാജഗോപാലിനെ ഗവർണർ ഷാൾ അണിയിച്ചാണ് ആദരിച്ചത്. വിരുന്നിലെ മേളം കലാകാരന്മാർക്കൊപ്പം ചെണ്ടകൊട്ടി ഗവർണർ വിരുന്ന് ആഘോഷിച്ചു. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിലാണ് ബഹിഷ്കരണം. നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗം 1.5 മിനിറ്റിൽ ഒതുക്കിയത് വഴി സർക്കാരിനോട് ഒരു തരത്തിലുള്ള അയവും ഗവർണർ ഉണ്ടാകില്ല എന്ന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 63 പേജുള്ള പ്രസംഗം ഗവർണർ വായിച്ചത് വെറും 1 മിനിറ്റ് 24 സെക്കൻഡ്. 136 ഖണ്ഡികകളുള്ള ഉള്ളടക്കത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം മാത്രം വായിച്ച് അദ്ദേഹം ചടങ്ങ് തീർക്കുകയായിരുന്നു. ഗവർണറുടെ സഭാപ്രവേശനവും പ്രസംഗവും മടക്കവും അടക്കം നയപ്രഖ്യാപന ചടങ്ങ് 5 മിനിറ്റിൽ അവസാനിച്ചു. ഗവർണറെ സ്പീക്കർ AN ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർലമെന്റ് കാര്യമന്ത്രി K രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സഭാ കവാടത്തിൽ വരവേറ്റു. പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനോ മുഖം കൊടുക്കുവാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പുതിയ മന്ത്രിമാരായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞുള്ള ചായ സൽക്കാരവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരുന്നു. അന്ന് മന്ത്രി AK ശശീന്ദ്രൻ മാത്രമാണ് സത്കാരത്തിൽ പങ്കെടുത്തത്. ഇന്നലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പതാക ഉയർത്താൻ എത്തിയപ്പോഴും അടുത്തടുത്തിരുന്നിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം ഗൗനിച്ചതുപോലുമില്ല. പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും ഗവർണറെ രൂക്ഷമായി വിമർശിച്ച രംഗത്ത് വരികയും ചെയ്തു. മുഖ്യമന്ത്രിയുടെയോ സർക്കാരിനോടോ ഉള്ള തർക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല എന്ന ഭാവത്തോടെ ആയിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ എത്തിയതും മടങ്ങിയതും. ശരീരഭാഷയിലും ചലനത്തിലും തന്റെ അനിഷ്ടം അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിനായി നാടകീയമായായിരുന്നു ഗവർണറുടെ വരവും പോക്കും. നിയമസഭാ കവാടത്തിൽ ബൊക്കെയുമായാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഗവർണറെ കാത്തു നിന്നത്. കൃത്യസമയത്ത് തന്നെ എത്തിയ ഗവർണർ മുഖ്യമന്ത്രിയിൽ നിന്നും സ്പീക്കറിൽ നിന്നും ബൊക്കെ സ്വീകരിച്ചു. എന്നാൽ മുഖത്ത് നോക്കുവാനോ ഒരു പുഞ്ചിരി കൈമാറുവാനോ ഗവർണർ തയ്യാറായതേയില്ല. ഗൗരവഭാവത്തിൽ അലക്ഷ്യമായി ഒരു കൈകൂപ്പ് നടത്തി അതിനുശേഷമാണ് മുന്നോട്ട് പോയത്. തുടർന്ന് നിയമസഭയ്ക്കുള്ളിലേക്ക് കയറിയ ഗവർണർ കാത്തു നിൽക്കാതെ തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് പോയി. പോകുന്നതിനിടെ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷ നിരയിലെ മന്ത്രിമാരടക്കമുള്ളവരെ കൈകൂപ്പിയെങ്കിലും അവരുടെ മുഖത്ത് നോക്കാതെയും പുഞ്ചിരിക്കാതെയുമായിരുന്നു ഗവർണർ തിരിച്ച് കൈകൂപ്പിയത്. ദേശീയഗാനത്തിന് ശേഷം ഗവർണർ പ്രസംഗത്തിനായി എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാം ഒത്തുതീർപ്പായോ എന്ന് പ്രതിപക്ഷ സഭയിൽ നിന്ന് ചോദ്യങ്ങൾ. ഗൗരവത്തോടെ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ പ്രസംഗം ആരംഭിച്ചു. ആമുഖം വായിച്ച ശേഷം ഞാൻ അവസാന ഖണ്ഡിക വായിക്കുകയാണ് എന്ന് അറിയിച്ചു. തുടർന്ന് അവസാന ഖണ്ഡിക വായിക്കുകയും ദേശീയഗാനത്തിന് ശേഷം ഉടൻ സഭ വിടുകയും ചെയ്തു. പോകുന്ന ഘട്ടത്തിലും തിരിഞ്ഞു നോക്കാൻ പോലും ഗവർണർ തയ്യാറായതേയില്ല. എന്തായാലും ഇതോടെ ഈ പിണക്കം ഇവിടം കൊണ്ട് തീരില്ല എന്ന് വ്യക്തം.